ഇതൊരു ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് വരുന്നത്. ആ ധവളപത്രം എന്ന ഉമ്മാക്കി കാണിച്ച് ഞങ്ങളുടെ വായടപ്പിക്കാൻ ശ്രമിക്കരുത് എന്നാണ് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്. സാർ, ഞാൻ അങ്ങയോട് വളരെ വിനയത്തോടു കൂടി പറയുന്നു, സാർ, ഈ ധവളപത്രം ഉമ്മാക്കിയല്ല, നിങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്ന കണ്ണാടിയാണ്. ഇതൊരു ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് വരുന്നത്. ആ ബജറ്റ് 35,000 കോടി രൂപയുടെ പ്ലാനാണ്. ഈ ഗവൺമെന്റ്, ഈ അധികാരം ഞങ്ങളിലേക്ക് വന്നപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ കഴിഞ്ഞ ബജറ്റിലെ 35,000 കോടി രൂപയുടെ പ്ലാനിൽ 20,000 കോടി ഇല്ല. കാരണം എന്താ? ആ പ്ലാൻ തയ്യാറാക്കിയത് നിങ്ങൾ അറിയണം, എല്ലാ MLA-മാരും അറിയണം. ഒരു ഗവൺമെന്റും അഭിമുഖീകരിക്കാത്ത ഏറ്റവും ഗുരുതരമായ ഒരു പ്രശ്നമാണ് ഞങ്ങൾ ഫേസ് ചെയ്യുന്നത്. ഇവരെങ്ങനെയാണ് കണക്കാക്കിയത്? 15ാം ധനകാര്യ കമ്മീഷൻ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കൊടുത്തിരുന്നു. 55,000 കോടി കൊടുത്തിരുന്നു 5 കൊല്ലമായിട്ട്. ഈ ഗവൺമെന്റ് കിട്ടിയ വലിയ നേട്ടമാണ് കഴിഞ്ഞ ഗവൺമെന്റ്. അപ്പൊ 16ാം ധനകാര്യ കമ്മീഷൻ വരും. 16ാം ധനകാര്യ കമ്മീഷൻ വരുമ്പോൾ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് 14,137 കോടി രൂപ ഈ ഫസ്റ്റ് ഇയറിൽ ലഭിച്ചു. അതാണ് അദ്ദേഹത്തിന്റെ കണക്ക്. 16ാം ധനകാര്യ കമ്മീഷൻ തീരുമാനിച്ചു റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് നിർത്തി. സർ, അത് കിട്ടുമെന്ന് കരുതി പ്ലാൻ ആരെങ്കിലും തയ്യാറാക്കും? അത് എന്ത് കണക്കാണ്? 14,137 കോടി അത് കിട്ടിയേക്കും. അതായത് 16ാം ധനകാര്യ കമ്മീഷൻ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് പ്രഖ്യാപിക്കുമ്പോൾ ഒരു 14,137 കോടി നമുക്ക് കിട്ടും ഫസ്റ്റ് ഇയറിൽ. അതില്ല, പോയി. പ്ലാനിൽ നിന്ന് 14,137 കോടി രൂപ പോയി. പിന്നെയുള്ള കണക്ക് എന്താണ്? 16ാം ധനകാര്യ കമ്മീഷൻ, 15ാം ധനകാര്യ കമ്മീഷൻ 1.92% നികുതി വിഹിതം. അവരത് വർദ്ധിപ്പിക്കും. ഊഹമാണ്, വൈൽഡ് ഗസ്സാണ്. അത് അവര് വർദ്ധിപ്പിച്ച് അത് 2.8 ആക്കും. പക്ഷെ അവര് വർദ്ധിപ്പിച്ചു, പക്ഷെ 2.38 മാത്രമാണ് അവരാക്കിയത്. സർ, അപ്പൊ എത്രയാ പോയത്? അപ്പൊ വീണ്ടും ഒരു 5,000 കോടി കൂടി പോയി. മറ്റു ചില പ്രതീക്ഷിച്ച ഗ്രാന്റുകളിൽ നിന്ന് ഒരു 600 കോടി രൂപ പോയി. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിന്റെ ചരിത്രത്തിൽ അധികാരത്തിൽ വന്ന ഏതെങ്കിലും ഗവൺമെന്റ് ഇതുപോലൊരു അന്തരീക്ഷം ഫേസ് ചെയ്തിട്ടുണ്ടോ? 35,000 കോടി രൂപയുടെ പ്ലാനിൽ 20,500 കോടി ഇല്ല. ഇനി എന്ത് ചെയ്യും? അതാണ് ഒരു വലിയ വെല്ലുവിളി. അതാണ് സാർ ഈ ധവളപത്രത്തിൽ പറയുന്നത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇന്നലെ സംസാരിച്ചപ്പോൾ ഒരു കാര്യമില്ലാതെ പറഞ്ഞു, ധവളപത്രം എന്ന് പറയുന്ന ഉമ്മാക്കി കാണിച്ച് ഭയപ്പെടുത്തേണ്ടതാണ്. സാർ, ഞാൻ അങ്ങയോട് വളരെ വിനയത്തോടു കൂടി പറയുന്നു, സാർ, ഈ ധവളപത്രം ഉമ്മാക്കിയല്ല, നിങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്ന കണ്ണാടിയാണ്. 10 കൊല്ലക്കാലത്തെ സാമ്പത്തിക മിസ്മാനേജ്മെന്റിന്റെ കൂടി കണ്ണാടിയാണ്. അത് ഉമ്മാക്കിയല്ല. ഞങ്ങൾ ആരെയും ഉമ്മാക്കി കാണിച്ച് ഭയപ്പെടുത്തില്ല. കണ്ണാടിയാണ്. ആ കണ്ണാടിയിലേക്കൊന്ന് നോക്കണം സാർ, എന്നിട്ട് പുറകിലേക്കൊന്ന് സഞ്ചരിക്കണം.